ചാവക്കാട് ഓൺലൈനിന്റെ തെരഞ്ഞെടുപ്പ് വിശകലനം 2025 പരിപാടിയിലേക്ക് സ്വാഗതം. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 12 മുതലുള്ള വാർഡുകളെ കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത്. എന്നോടൊപ്പം ചാവക്കാട് ഓൺലൈൻ എഡിറ്റർ മിസ്റ്റർ ഷക്കീൽ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വാർഡ് 12ലേക്ക് നമുക്കൊന്ന് പോകാം. വാർഡ് 12 അവിടെ എന്താണ് സിറ്റിംഗ് UDFന്റെ സീറ്റാണ്. ജോയ്സി ടീച്ചറാണ് അവിടുത്തെ അവരെ ഉറച്ച സീറ്റ് എന്ന് പറയുന്ന ഒരു സീറ്റാണ് പാലയൂര്. പക്ഷെ അവിടെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു യുവ കാൻഡിഡേറ്റ് ആണ് LDF സ്വതന്ത്രമായിട്ട് നിർത്തിയിട്ടുള്ളത്. ഹൃദിൽ നിയ തോമസ് എന്നാണ്. പേര് 21 വയസ്സ് 4 മാസം പ്രായം. സെന്റ് അലോഷ്യസ് കോളേജിലെ SFI പ്രവർത്തകയാണ്. അവിടെ സെക്രട്ടറി പോസ്റ്റിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ SFI ഭാരവാഹിയാണ്, സംഘാടകയാണ്. തോമസ് എന്ന് പറഞ്ഞ തോമസും ഇവിടുത്തെ LDFന്റെ ഒരു അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വാർഡ് സെക്രട്ടറിയോ അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളിലാണ്. അവരുടെ മകളാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ ഈ ഹൃദിലെ കുടുംബം, അതായത് തറവാടും ഇതുപോലെ ചില പ്രത്യേകതകളുണ്ട്. അവിടെ കൂടുതൽ വോട്ടുള്ള ആ വാർഡിൽ വോട്ടുള്ള തറവാട്ടിലുള്ള UDFന് അവിടെ ജോയ്സി ടീച്ചറാണ്. ജോയ്സി ടീച്ചർ ആണ് സിറ്റിംഗ് കൗൺസിലറാണ് ഇപ്പോൾ. ജോയ്സി ടീച്ചർ സുപരിചിതയാണ് എല്ലാവർക്കും. അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു അങ്ങനെ പ്രത്യേകിച്ച് പരാജയ ഭീതിയൊന്നുമില്ല. പക്ഷെ നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്. അവർക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഹൃദിൽ നിയ തോമസ്. BJPക്ക് ഉമാദേവിയാണ് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി. വാർഡ് 13 പാലയൂർ സൗത്തിലേക്ക് പോവുകയാണെങ്കിൽ UDFന് അവിടെ ആരിഫ് പാലയൂരാണ് സ്ഥാനാർത്ഥി. ആരിഫ് പാലയൂർ മുഹമ്മദ് ആരിഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് MSFന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അതുപോലെ LDFന് അവിടെ ഷാഹിനയാണ് സ്ഥാനാർത്ഥി. ഷാഹിന സിറ്റിംഗ് ആണ്. അവിടെ ഇപ്പൊ 4ാം തവണയാണ് ഷാഹിന തുടർച്ചയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നത്. അതെ, അവിടെ എല്ലാവർക്കും വളരെ ആരിഫിലൂടെ ആ സീറ്റ് എങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് ലീഗിന്റെ സീറ്റായിട്ടാണ് നിൽക്കുന്നത്. ലീഗിന്റെ യുവ. പക്ഷെ അവിടെ ഷാഹിന സിറ്റിംഗ് മെമ്പർ അവിടെ ഒക്കെ തോൽക്കണമെങ്കിൽ അവർ അത്രക്കും പ്രവർത്തനങ്ങൾ ഒരു ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും. അതായത് ആരിഫ് പാലയൂർ അത്യാവശ്യം അത് അവിടെ ജനഹിതമുള്ള, അതുപോലെ ജനകീയനായ, ജനങ്ങൾക്കിടയിലും അവിടുത്തെ കുടുംബങ്ങളിലേക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നാണ് UDFന്റെ അവകാശവാദം. അതുകൊണ്ട് തന്നെ മാത്രമല്ല യുവാവാണ്, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് UDFും ലീഗും അവിടെ വളരെ മുന്നോട്ട്. പക്ഷേ ഒരു ജനറൽ സീറ്റിൽ സിറ്റിംഗ് മെമ്പറെ തന്നെ ഷാഹിനെ തന്നെ മത്സരിപ്പിക്കുകയാണ് LDF ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഷാഹിന മതി ആ സീറ്റ് അവർക്ക്. തീർച്ചയായിട്ടും ഷാഹിന 3 തവണ വിജയിച്ചിട്ടുള്ള, തുടർച്ചയായി വിജയിച്ച ഹാട്രിക് വിജയം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ വീണ്ടും അവിടെ തന്നെ ജനകീയമായ അത്യാവശ്യം വാർഡുകളിൽ വെറുതെ ഒന്നും ജയിക്കില്ല. ഒരു സ്ഥലത്ത് ജയിക്കണമെങ്കിൽ അവരുടെ വാർഡ് 14 പാലയൂരില് അവിടെ UDFന് മുഹമ്മദ് ആസിഫ് പാലയൂർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അവിടെ LDFന് അബ്ദുള്ള അക്ബർ കോനോത്താണ് അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥി. വാർഡ് 11 കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്നു. BJPക്ക് പ്രസന്നകുമാർ സ്ഥാനാർത്ഥിയായിട്ടുള്ള. അവിടെ അക്ബർ കോനോത്തിന് അവിടെ ഒരു കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡല്ലേ? അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡാണ്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ചിട്ടുള്ള സുപ്രിയ രാമേന്ദ്രനാണ്. സുപ്രിയ രാമേന്ദ്രനാണ് ജയിച്ചത്. അതുപോലെ തന്നെ ഇത്തവണ മുഹമ്മദ് ആസിഫാണ് അവിടുത്തെ ആസിഫ് പാലയൂർ എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ തവണ ഇത്തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ മനുഷ്യാവകാശ പ്രവർത്തനം എന്നൊക്കെ അറിയപ്പെടുന്നത് നൗഷാദ് തെക്കുംപുറം അവിടെ സ്വതന്ത്രനായിട്ട് നാമനിർദ്ദേശ പത്രിക നൽകുകയും അത് UDFന്റെ സ്ഥാനാർത്ഥിയാവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നാണ് കേട്ടിരുന്നത്. അങ്ങനെ ലഭിക്കാതെ ഇരിക്കുകയും ഈ ആസിഫ് മുഹമ്മദ് അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഈ നൗഷാദ് തെക്കുംപുറം അവിടെ ഒരു റിബൽ എന്ന നിലയിൽ പത്രിക നൽകിയത്. പക്ഷെ അവിടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും അദ്ദേഹത്തിന് DCC അംഗം സ്ഥാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് അത് പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ പേരിൽ അവിടുത്തെ മണ്ഡലം അല്ലെങ്കിൽ ഗുരുവായൂർ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്ന പീറ്റർ, കോൺഗ്രസിന്റെ നേതാവായിരുന്നു, അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. നേരെ LDFിലേക്ക് പോയി രാജിവെക്കുകയും LDFിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ അത് പ്രചരണത്തിൽ LDFന് ഒരു ആവേശം നൽകിയിട്ടുണ്ട്. ആ വാർഡ് പിടിച്ചെടുക്കാനുള്ളതായിട്ടുള്ള ഒരു ആവേശം LDFന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സജീവമായിട്ട് LDF അവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ അത് ഒരിക്കലും എഫക്ട് ചെയ്യില്ല എന്നാണ് UDF ഇവിടെ. ആക്ച്വലി ഇവിടെ 2ാം സ്ഥാനത്ത് കഴിഞ്ഞ മുന്നത്തെ തവണ 2ാം സ്ഥാനത്ത് BJP വന്നൊരു വാർഡും കൂടിയാണ് അത്. ഈ
ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രസന്നകുമാർ. അതെ. നമുക്ക് വാർഡ് 15 പോകാം. പാലയൂർ വെസ്റ്റ് ആണ്. പാലയൂർ വെസ്റ്റിൽ CPM ആണ് അവിടെ സിറ്റിംഗ് മെമ്പർ. ഷെഹനാസ് ആണ് അവിടുത്തെ സിറ്റിംഗ് മെമ്പർ. അവിടെ LDF വേണ്ടി ഷാജിദ ഹാഷർ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി ധന്യ, അതുപോലെ UDF വേണ്ടി കൈനുഷ ജഹാംഗീറാണ് UDFന്റെ സ്ഥാനാർത്ഥി വാർഡ് 15. ഇവിടെ UDF പ്രതീക്ഷയുള്ള ഒരു വാർഡാണ്, അത് LDFന്റെ സിറ്റിംഗ് വാർഡാണ്. ഈ കൈനുഷ ജഹാംഗീറിനാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള UDFന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. ഇവരുടെ കുടുംബത്തിൽ പണ്ട് കാലത്ത് ഇവിടെ നെഹ്റു ഗുരുവായൂരൊക്കെ സന്ദർശിക്കുന്ന സമയത്ത്, ചാവക്കാട് സമയത്ത് ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അവരെ സ്വീകരിച്ചിട്ടുണ്ടെന്നൊക്കെ ചരിത്രത്തിൽ അങ്ങനെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു കുടുംബമാണ് ചരിത്രത്തിന്റെ കൈനുഷ ജഹാംഗീർ. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഈ വാർഡ് വിഭജനത്തിൽ കുറച്ച് UDF വോട്ടുകൾ ഇവിടേക്ക് കയറിയിട്ടുള്ളതുകൊണ്ടാണ് UDFന് ഇത്രയും ആത്മവിശ്വാസം അത് പിടിക്കും, അത് തങ്ങൾക്ക് ലഭിക്കും എന്നൊരു പ്രതീക്ഷയുള്ള LDF വളരെ സജീവമായി ഈ ഷാജിദ ഹാഷിറോടെ പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് 16 ചാവക്കാട് ടൗണിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റി വീണ്ടും LDFന് കിട്ടുകയാണെങ്കിൽ LDF അവരുടെ ചെയർമാനായി പരിഗണിക്കാവുന്ന സാധ്യതയുള്ള അക്ബർ അയച്ചാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. നൌഷാദാണ് UDFന്റെ സ്ഥാനാർത്ഥി. വേലായുധൻ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അത് CPMന്റെ ഒരു സിറ്റിംഗ് വാർഡാണ്. പക്ഷെ അവിടെ ശക്തമായ ഒരു പോരാട്ടത്തിന് പ്രസക്തിയുള്ള വാർഡ് കൂടി. തീർച്ചയായിട്ടും ബുഷർ ലത്തീഫ് ആയിരുന്നു അവിടുത്തെ വാർഡ് നിലവിലുള്ള കൗൺസിലർ. ഇവിടെ RK നൌഷാദ് മുന്നേ കൗൺസിലർ ആയിട്ടുണ്ട്. അവിടുന്ന് H അക്ബറും 2 തവണ അവിടുന്ന് കൗൺസിലർ ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തവണ 200 വോട്ടുകളേക്കാൾ മേലെയാണ് ഭൂരിപക്ഷം അവിടെ LDFന്റെ. പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഇലക്ഷനിലൊക്കെ 15 വോട്ട് 12 അങ്ങനെയൊക്കെയുള്ള ചെറിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് RK നൌഷാദും അക്ബറും തമ്മിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണ ബുഷറ ലത്തീഫിന് ലഭിച്ച വോട്ടുകൾ ഇത്തവണ അക്ബറിന് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതുകൊണ്ട് RK നൌഷാദ് വളരെ ശക്തമായി തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വിജയപരാജയങ്ങൾ നമുക്ക് പ്രവചനാതീതമായ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ H അക്ബർ ജയിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ ചെയർമാൻ സീനിയോറിറ്റി ഉള്ള ഒരു LDFലെ സ്ഥാനാർത്ഥിയാണ്. വാർഡ് 17 കോഴിക്കുളങ്ങരയിലേക്ക് പോവുകയാണ്. അതിൽ CPMന്റെ ഒരു സിറ്റിംഗ് വാർഡാണ്. അവരുടെ ഒരു കോട്ട എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന ഒരു വാർഡാണ്. അവിടെയാണ് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മുൻ DCCയുടെ സെക്രട്ടറിയും ഇപ്പോഴത്തെ സഖാവുമായ യതീന്ദ്രദാസ് ആണ് അവിടെ. അതായത് കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ സംസാരിച്ച വാർഡ് 6 പുന്ന പരാജയപ്പെട്ടതാണ് കഴിഞ്ഞ തവണ. അതായത് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം LDFലേക്ക് വരേണ്ടി വന്നതും. എന്താണ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ്സുകാരുടെ പല നടപടികളും മൂലം അദ്ദേഹം അങ്ങനെ ആവേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തോടെ നല്ല രീതിയിലാണ് CPMലേക്ക് സ്വീകരിക്കുകയും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റിൽ എന്ന് പറയുന്ന സീറ്റിൽ കൊണ്ടുപോയിട്ട് നിർത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ NK അക്ബർ അവിടെ കുറച്ച് കഥകൾ ചിലപ്പോൾ എഡിറ്ററായ താങ്കൾക്ക് പറയാൻ സാധിക്കും. അവിടെ NK അക്ബർ പോലുള്ള MLA NK അക്ബർ നഗരസഭാ ചെയർമാൻ ആവുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു വാർഡും കൂടിയാണ്. അവിടെ 2 സ്വതന്ത്രന്മാരുണ്ട്, അനൂപും കബീറും. അതുപോലെ BJPക്ക് ജനാർദ്ദൻ ഉണ്ട്, UDFന് ബിനേഷ്. ഈ കബീർ അനൂപ് സ്വതന്ത്രന്മാരായിട്ട് അവിടെ മത്സരിക്കാം. ഈ UDFന്റെ കാര്യം പറയുന്നതാണെങ്കിൽ അവിടെ കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്തേക്ക് പോയ പാർട്ടിയാണ് ഈ കോൺഗ്രസ്. UDF അതിന്റെ സ്ഥാനമുള്ള കഴിഞ്ഞ തവണ പല വാർഡുകളിലും BJP 2ാം സ്ഥാനത്ത് കയറി വന്നിരുന്നു. അത് BJPയുടെ വോട്ട് കൊണ്ട് കയറി വന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഈ കോൺഗ്രസിൽ അത് അന്തഛിദ്രകളും അതുപോലെ തന്നെ UDFിലുള്ള ഭിന്നതകളൊക്കെ വളരെ മറന്നീക്കി പുറത്തു വന്നൊരു സന്ദർഭമായിരുന്നു കടന്ന തെരഞ്ഞെടുപ്പ് സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ പല കോൺഗ്രസ് UDF വോട്ടുകൾ BJPക്കും LDFനും പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഫലമായിട്ട് UDF പല വാർഡുകളിലും 3ാം സ്ഥാനത്തേക്ക് പോവുകയും BJP 2ാം സ്ഥാനത്തേക്ക് കയറി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആ ഒരു ഫാക്ടർ ഇവിടെ വർക്കിംഗ് ആവില്ല. അതുകൊണ്ട് തന്നെ UDF ഇവിടെ നില മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ഇവിടെ 2 സ്വതന്ത്രന്മാരെ കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു. ഒന്ന് കബീർ ആണ്. കബീർ അവിടെ ഈ നേരത്തെ ഈ CPI-CPM പ്രശ്നം പറഞ്ഞപ്പോൾ CPI LDF നാമനിർദ്ദേശ പത്രികയിൽ ഇല്ലാത്ത ചില ആളുകളെ അവർക്കെതിരെ നാമനിർദ്ദേശ പത്രികയിലുള്ള LDFന്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ CPI ചില സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. അതിലൊരാളാണ് കബീർ. വാർഡ് 17 CPI എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചപ്പോൾ കബീർ പിൻവലിക്കാൻ തയ്യാറായില്ല. അപ്പൊ പാർട്ടി ചിഹ്നം പിൻവലിക്കുകയും കബീർ
ചെണ്ട എന്ന ഒരു സ്വതന്ത്ര ചിഹ്നത്തിലവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചെണ്ട എന്ന ചിഹ്നത്തിലവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കബീറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കബീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അവിടുത്തെ വാർഡ് സെക്രട്ടറിയോ ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഭാരവാഹിയായിരുന്നു. ഈ സമയത്ത് കബീർ അവിടെ സ്വതന്ത്രനായിരിക്കുകയും അന്നത്തെ UDF സ്ഥാനാർത്ഥിക്കെതിരെ റിബലായിട്ട് മത്സരിക്കുകയും ചെയ്ത സ്ഥാനാർത്ഥിയാണ് കബീർ. ഇന്നിപ്പോൾ CPM-ലാണ് CPI-യിലാണുള്ളത്. പക്ഷെ അപ്പോൾ അവിടുത്തെ LDF-ലാണുള്ളത്. LDF സ്ഥാനാർത്ഥിക്കെതിരെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കെതിരെ അവിടെ ഇത്തവണയും കബീർ നിൽക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പ്രചരണ രംഗത്ത് സജീവമാണ്, ഈ അനൂപും കബീറും എന്നുള്ളതാണ് ഈ വാർഡിലെ പ്രത്യേകത. 5 പേരും, അതായത് ജനാർദ്ദനൻ, ബിനേഷ് KM, PA ദിനദാസ് തുടങ്ങിയ 5 പേരും നല്ല ശക്തമായ മത്സര രംഗത്തുണ്ട് അവിടെ. വാർഡ് 18 മണത്തല നോർത്താണ്. കാര്യമായിട്ടൊന്നും അവിടെ പറയാനുണ്ടാവില്ല. അവിടെ CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. സ്മൃതി SS ആണ് അവിടുത്തെ നിലവിലെ മെമ്പർ. അവിടെ UDF-ന് വേണ്ടി ശൈലയാണ് മത്സരിക്കുന്നത്. LDF-ന് വേണ്ടി PA വിശ്വംഭരം മത്സരിക്കുന്നു. BJP-ക്ക് വേണ്ടി ഉമാ വേണു മത്സരിക്കുന്നു. അവിടെ ഒരു ശക്തമായ പോരാട്ടം ഉണ്ടോ? ശക്തമായ പോരാട്ടം ഉണ്ട്. അവിടെ PA വിശ്വംഭരമാണ് മത്സരിക്കുന്നത്. 2ാം സ്ഥാനത്ത് അവിടെ BJP-യാണ്. BJP-യും LDF. അതായത് പലപ്പോഴും പല ആളുകളുടെയും സംസാരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉമാ വേണുവിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വാദം. പക്ഷെ അവിടെ PA വിശ്വംഭരൻ തന്നെ വരെയുള്ളൂ എന്നതാണ് LDF-ന്റെ ഉറപ്പ്. അവരുടെ അവകാശം. UDF-ഓടെ ശൈല മത്സരിക്കുന്നു. UDF-ന്റെ ശൈല അവിടെ മത്സരിക്കും. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരു പക്ഷേ BJP-യിലേക്ക് UDF-ന്റെ വോട്ടുകൾ അല്ലെങ്കിൽ LDF-ലേക്ക് UDF-ന്റെ വോട്ടുകൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BJP വോട്ട് തന്നെയാണ് അവിടെ ഉള്ളത്. BJP വോട്ട് ഉള്ള ഒരു വാർഡാണ് ഈ വാർഡ് 18. എന്നാൽ LDF ശക്തമായി വോട്ട് ബാങ്കുള്ള ഒരു വാർഡാണ്. വാർഡ് 19 സിവിൽ സ്റ്റേഷനാണ്. അവിടെ മഞ്ജു ആണ് BJP-യുടെ സ്ഥാനാർത്ഥി. ശൈലജ വാസുദേവനാണ് LDF-ന്റെ സ്ഥാനാർത്ഥി. ഷംസിയ സലീമാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. സ്വതന്ത്രയായിട്ട് അത് ലീഗിന്റെ സീറ്റാണ്. ഫൈസലാണ് അവിടെ IUML-ന്റെ അല്ലെ, ഫൈസലാണ് അവിടുത്തെ സിറ്റിംഗ് IUML സ്ഥാനാർത്ഥി തന്നെ. സിവിൽ സ്റ്റേഷന് അവിടെ ലീഗ് വേറെ എന്താ രസം, ഇവിടെ ഇങ്ങനെ മാറി മാറി വരുന്നതാണ് LDF UDF എന്ന ടൈം ഒരു വട്ടം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും അവിടെ വോട്ട് പെട്ടിയിൽ വീഴാറ്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ്, 12 വോട്ട് 15 വോട്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ ശൈലജ വാസുദേവൻ ഈ ശൈലജ വാസുദേവന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ അവിടുത്തെ ആശാ വർക്കറായിരുന്നു. അതുപോലെ ജനങ്ങൾക്കിടയിൽ നല്ല ഒരു ബന്ധമുണ്ട്. പക്ഷെ അവിടെ ഇപ്പൊ ഈ നമ്മുടെ ഷംസിയ സലീം ശരിക്കും പറഞ്ഞാൽ വേരുകളിലൊക്കെ LDF കുടുംബ വേരുകളുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആ LDF വോട്ടുകളൊക്കെ ഷംസിയ സലീമിന്റെ കൂടെ ഇങ്ങോട്ട് പോരും എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ സ്വപ്ന സ്വതന്ത്രമായി നിൽക്കുന്നതും ഒരു LDF ബന്ധമുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി. അതുകൊണ്ട് ചില വോട്ടുകളൊക്കെ ഭിന്നിച്ച് അങ്ങോട്ട് പോയാലും ഈ LDF-ന് രക്ഷപ്പെടാം, അല്ല UDF-ന് അവിടെ കടന്നുകൂടാം എന്നുള്ള ഒരു പ്രതീക്ഷ ലീഗിനുണ്ട്. ലീഗ് തങ്ങൾക്ക് ലഭിക്കാവുന്ന ഉറപ്പിച്ചിട്ടുള്ള ഒരു വാർഡ് കൂടിയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ് 19. നമുക്ക് വാർഡ് 20 മണത്തലയിലെ UDF-ന് വേണ്ടി മുസ്തഫയാണ് മത്സരിക്കുന്നത്. ഈ വാർഡ് 20 അവിടെ വാർഡ് 20 മണത്തല ഉമ്മുകുൽസുമാണ് അവിടുത്തെ നിലവിലെ മെമ്പർ. CPM-ന്റെ ഒരു ഇതാണ്. അവിടെ റൌഫാണ് LDF-ന് വേണ്ടി സ്വതന്ത്ര 2 സ്വതന്ത്രരുണ്ട്, സലീമും അതുപോലെ. അതെ, കഴിഞ്ഞ തവണ CPM-ന്റെ നേതാവ് രഞ്ജൻ നിന്ന് വിജയിച്ച ഒരു വാർഡാണ് മുന്നേ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അവിടെയാണ് ഉമ്മുകുൽസു നിന്ന് വിജയിച്ചത്. പിന്നെ ഇപ്പൊ അവിടെ മുസ്തഫ NS ആണ് UDF-ന്റെ സ്ഥാനാർത്ഥി, അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ്. ലീഗിന്റെ വാർഡാണ് അവിടെ. LDF വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡാണ് ശരിക്കും വാർഡ് 20. പക്ഷെ അവിടെ ലീഗിന്റെ ഏറ്റവും നഗരസഭയിൽ തന്നെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി നിന്ന് വിജയിച്ചൊരു വാർഡാണ്. അതായത് നമ്മുടെ സാബ്രി അതറിയാം. ലീഗിന് വേണ്ടി വാർഡ് 21 ബ്ലാങ്ങാടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ രഞ്ജിത കുമാറാണ് നിലവിലെ മെമ്പർ. അത് അവിടെ LDF-ന് ബിൻസി സന്തോഷും UDF-ന് രജനി കൃഷ്ണനും BJP-ക്ക് അഡ്വക്കേറ്റ് സിന്ധുരാജനും മത്സരിക്കും. എനിക്ക് തോന്നുന്നു BJP-ക്ക് നല്ലൊരു വോട്ടുള്ള സ്ഥലം കൂടിയാണ്. അത് കഴിഞ്ഞ തവണ അവിടെ BJP വിജയത്തിന്റെ തൊട്ട് പിറകിൽ വന്നു നിന്ന വാർഡാണ് അവിടെ. പക്ഷെ അവിടെ അതിനൊരു കാരണമായിട്ട് പറയുന്നത് LDF-ലുള്ള ചില പ്രശ്നങ്ങളായിരുന്നു. LDF-ന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. ഇപ്രാവശ്യം അങ്ങനെ സംഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു BJP അങ്ങനെ കയറി വരാൻ സാധ്യത ഇല്ലെന്ന് പറയുന്നു. പക്ഷേ രജനി കൃഷ്ണൻ UDF-ന്റെ ഈ കൃഷ്ണൻ മാഷ് മുന്നേ അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയും ചെറിയ വോട്ടുകൾ 8-10 വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെ മുന്നേ. അവരുടെ ഭാര്യയാണ് രജനി കൃഷ്ണൻ. അവരാണ് ഇപ്പോൾ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. UDF അവിടെ ഇപ്രാവശ്യം സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ LDF-നാണെങ്കിൽ പിന്നെ അവർ വിശ്വസിക്കുന്നത് അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ്. BJP തൊട്ടുപിറകിൽ ഒരു ശ്രമം നടത്തുന്ന ഒരു വാർഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ
മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു മെമ്പർ ഉണ്ടാവുക എന്നുള്ള ഒരു കൗൺസിലർ BJPയുടെ എന്നുള്ളത് ശ്രമിക്കുന്ന ഒരു വാർഡാണ് വാർഡ് 21. വാർഡ് 22 മാടേക്കടവ്. അവിടെ നിലവിൽ CPMന്റെ സിറ്റിംഗ് സീറ്റാണ് വാർഡ് 22. അവിടെ UDF വേണ്ടി കബീറാണ് മത്സരിക്കുന്നത്. LDF വേണ്ടി KP രഞ്ജിത് കുമാർ, BJPക്ക് വേണ്ടി ശത്രുസിൻ, അതായത് ഷൈൻ മാടേക്കടവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹമാണ്. വാർഡ് 22 മടേക്കടവിൽ കബീർ UDFന്റെ സ്ഥാനാർത്ഥി, നിലവിൽ കൗൺസിലറാണ്. അദ്ദേഹം വാർഡ് 23 കൗൺസിലറാണ് നിലവിൽ. അദ്ദേഹമാണ് ഇപ്പോൾ വാർഡ് 23 വനിതാ വാർഡായി. അതുകൊണ്ട് വാർഡ് 22 വന്ന് മത്സരിക്കുന്നുണ്ട്. വാർഡ് 22 CPMന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. മണികണ്ഠനാണ് അവിടുത്തെ. രഞ്ജൻ ആണ് അവിടെ നിൽക്കുന്നത്. KP രഞ്ജൻ, അത് CPMന്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മുന്നേ ഈ പറഞ്ഞ 20ാം വാർഡിലൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. നജീബ് KN SDPയുടെ സ്ഥാനാർത്ഥി ഉണ്ട്. BJPയുടെ ശത്രുസിൻ അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ശത്രുസിനാണ് അവിടെ മത്സരിക്കുന്നത്. നമ്മൾ 33 വാർഡ്, നമ്മളിപ്പോ 33 വാർഡുകളാണ് എവിടെയുള്ളത്. ചാവക്കാട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 1 മുതൽ 11 വരെ പറഞ്ഞു. നമ്മളിപ്പോ 12 മുതൽ 22 വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാർഡ് 23ലേക്ക് പോവാം. ബ്ലാങ്ങാട് ബീച്ചിൽ ഫസീലത്ത് ഫസലു SDP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സഫരിയ റിയാദ് UDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അതായത് LDF അവിടെ സ്വതന്ത്രയാണ്. അതെ, അതായത് അത് സിറ്റിംഗ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ UDFന്റെ കബീർ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള വാർഡാണ് വാർഡ് 23. ഈ വാർഡ് 23 ഇപ്പൊ നിർത്തിയിട്ടുള്ളത് സഫരിയ റിയാദിനെയാണ്. അതേപോലെ ഈ അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് സ്വതന്ത്രയായിട്ട് നിർത്തിയിട്ടുള്ളത് ആ വാർഡ് പിടിച്ചെടുക്കുക എന്നുള്ള LDFന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് സ്വതന്ത്രമായിട്ട് നിർത്തിയിട്ടുള്ളത്. അവിടെ തൊട്ട് മുന്നേ പറഞ്ഞു കേട്ടിരുന്നത് മുൻ പ്രതിപക്ഷ നേതാവൊക്കെ ആയിട്ടുള്ള കാർത്തിയാനി ടീച്ചറുടെ ചിത്രം വെച്ച് വരെ ഫ്ലക്സ് ഒക്കെ വന്നിരുന്നു. അങ്ങനെയാണെങ്കിൽ അത് UDFന് സംശയമില്ലാത്തൊരു വാർഡാകുമായിരുന്നു. പക്ഷേ ടീച്ചർക്ക് എന്തോ ശാരീരിക സ്വാസ്ഥ്യങ്ങളുടെ ഒക്കെ വന്നതുമൂലം മത്സര രംഗത്ത് നിന്ന് പിന്മാറുകയും അവിടെയാണ് സഫരിയ റിയാദ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDFനും അത്ര എളുപ്പമല്ല ഇപ്രാവശ്യം അത് നിലനിർത്താൻ. എന്നാൽ പിടിച്ചെടുക്കുക എന്നുള്ള ശ്രമം ഹിബ മിഷിഹാദ് അവിടെ ചെയ്യുന്നുണ്ട്. SDPയുടെ ഫസീലത്ത് ഫസലു എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 24 മുതൽ 33 വരെയുള്ള വാർഡുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട വാർഡുകളാണ്. അത് വിശദമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.